ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ദിവസമാണ് അംഗൻവാടിയിൽ പോകുന്നത്. ഇന്ന് ഓണപരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ച് റെഡിയായി ഞാനും ഇച്ചുന്താ ഇറങ്ങിയിട്ടുണ്ട്. ഇച്ചു അംഗൻവാടിയിലേക്ക് പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞത് വേണ്ട പോകണ്ട നമുക്ക് പീടികയിൽ പോകാമെന്നാണ് പറഞ്ഞത്. അപ്പോഴേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഏച്ചി അഡ്മിറ്റ് ആയതുകൊണ്ട് അമ്മക്കുള്ള കുറച്ച് മാക്സി കാര്യങ്ങൾ അമ്മയാണ് ഏച്ചിൻ്റെ ഒപ്പം നിൽക്കുന്നത്, അതൊക്കെ എടുക്കാൻ വേണ്ടി ഏട്ടൻ വന്നെയാണ്. അപ്പോൾ ഏട്ടൻ നേരെ ഓട്ടോയിൽ നമ്മൾ അംഗൻവാടിയിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭവതീച്ചിയും കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നേരെ അംഗൻവാടിയിൽ എത്തിയിട്ടുണ്ട്. പിള്ളേരെല്ലാം നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പൂവൊക്കെ വെച്ച് അടിപൊളിയായിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവരും നല്ല രസമുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ നിരന്നിരിക്കാൻ വേണ്ടി തുടങ്ങി. കുറേ സമയം പാട്ട് പാടലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയായിരുന്നു. പിന്നെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നോക്കി. ഉള്ളിലാണെങ്കിൽ കുറേ ബലൂണുണ്ട്. അപ്പോൾ പിന്നെ നേരെ ഇച്ചു ഉള്ളിൽ പോയിട്ട് ഒരു ബലൂണൊക്കെ എടുത്ത് അതുകൊണ്ട് കളിച്ചു. പിന്നെ പിള്ളേരുടെ കസേരക്കളി ഉണ്ടായിരുന്നു. ഇച്ചുവിനെ അതിന് ഞാൻ നിർത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പം പിന്നെ പിള്ളേരെ അതൊക്കെ നോക്കി ഇങ്ങനെ ഇരുന്നു. ഇച്ചു അത്ര വലിയ കുരുത്തക്കളൊന്നും കളിക്കാണ്ട് ഇന്ന് നിന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ചെറിയ ഇതുണ്ടായിരുന്നു. അവസാനം മിഠായി വർക്കലായപ്പോൾ ഞാൻ ഇച്ചുവിനെയും കൂടി നിർത്തിച്ചു. ഇച്ചു ആണെങ്കിൽ ഇതാ ഒറ്റൊരു മിഠായി മാത്രം എടുത്തിട്ടുണ്ട്. ഇച്ചു അപ്പോൾ ഒരു മിഠായി മാത്രമേ എടുത്തിട്ടുള്ളൂ, അവർക്കത് മതി. അങ്ങനെ ഇച്ചു മിഠായി എടുത്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു അമ്മ ഇത് പൊട്ടിക്കുന്നു, അവനാ ഒന്ന് മതി. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരെല്ലാവരും ചോറുണ്ണാൻ വേണ്ടി ഇരുന്നു. ഇച്ചുവിന് ഞാൻ പുറത്തുനിന്ന് കൊടുത്തു, അവനാടെ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചോറൊക്കെ തിന്ന് നേരെ വീട്ടിൽ വന്നു. ഇച്ചു നല്ല ഉറക്കായി. വീട്ടിലെത്തി ഞാൻ ചോറ് തിന്നു. കാരണം അവിടെ നല്ല തിരക്ക് ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് ചോറുന്നാണ്ട് നേരെ വീട്ടിൽ വന്നിട്ടാണ് തിന്നത്. പിള്ളേരെ കുറച്ചും കൂടി സമയം അവിടെ ഇരുത്തി മുഷിപ്പിക്കണ്ടെന്ന് വിചാരിച്ച് വേഗം തിരിച്ച് വീട്ടിലേക്ക് വന്നേട്ടാ. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ, സീ യു.